يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനും അർഹമർ-റാഹിമീനുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്ന 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 88 വരെയുള്ള ആയത്തുകൾ, ഏകദേശം 4-5 ആയത്തുകൾ 18 പ്രവാചകന്മാരെ പരാമർശിക്കുന്ന വചനങ്ങളാണ്. ആ വിഷയം അവസാനിപ്പിക്കുന്നത് സൂറത്തു അൻആമിലെ 80-ാമത്തെ ആയത്തിലാണ്. ആ പ്രവാചകന്മാർ, അവരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന താക്കീത്, വലൗ അശ്റകൂ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ. അമ്പിയാക്കന്മാരോട്, ആ 18 പ്രവാചകന്മാരെയും വിശദീകരിച്ചുകൊണ്ട് അവരെല്ലാവരും സ്വാലിഹുകളായിരുന്നു, അവരെ വിഷയമാക്കിക്കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു ആയത്താണിത്. അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ഇതേ വിഷയം തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിലും വിശദീകരിക്കുന്നത്. അമ്പിയാക്കന്മാരായിരുന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ പിന്നെ എത്ര തന്നെ അമലുകൾ ചെയ്താലും ആ അമലുകളെ പരിഗണിക്കുകയില്ല എന്നു മാത്രമല്ല, നാളെ പരലോകത്ത് നഷ്ടക്കാരിൽ പെടുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരായ അടിയാറുകളുടെ കുറെ ഗുണവിശേഷണങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു അധ്യായം സൂറത്തുൽ ഫുർഖാൻ. അതിലെ അവസാന ഭാഗങ്ങളിൽ ആ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ ഇല്ലാ മാ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ആ സത്യവിശ്വാസികളുടെ വ്യതിരിക്തത, അവർ വ്യഭിചരിക്കുകയില്ല. അല്ലാഹു നിഷിദ്ധമാക്കിയ, അല്ലാഹു പവിത്രമാക്കിയ മനുഷ്യരെ അവർ വധിച്ചു കളയുകയില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ശക്തിയോടും അവർ പ്രാർത്ഥിക്കുകയുമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരലോകത്ത് അവർക്ക് ഇരട്ടി ശിക്ഷയും ശാശ്വതമായി നിന്ദ്യരായി നരകത്തിൽ കഴിയുമെന്നുള്ള ശക്തമായ താക്കീതാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്ന ഒരു വസിയ്യത്ത്, അല്ലാഹുവിന്റെ പ്രവാചക, താങ്കളുടെ അടുക്കൽ വല്ല സ്ത്രീകളും വന്നാൽ ആ സ്ത്രീകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് സൂറത്തുൽ മുംതഹിനയുടെ 12-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുകയാണ്. അല്ലയോ പ്രവാചക, ഇദാ ജാഅകൽ മുഅ്മിനാത്ത് യുബായിഉനക അല്ലാ യുശ്രികന ബില്ലാഹി ഷൈആ. എങ്ങനെയുള്ളവരാണ് ആ സ്ത്രീകൾ? ശിർക്ക് ചെയ്യുകയില്ല എന്ന് അവർ കരാർ ചെയ്യണം. വലാ യസ്രിഖന, അവർ കളവ് നടത്തുകയില്ല എന്നും അവർ വസിയ്യത്ത് ചെയ്യണം. വലാ യസ്നീൻ, അവർ വിഭജിക്കുകയില്ല എന്നും അവർ വസിയ്യത്ത് ചെയ്യണം. വലാ യഖ്തുൽന ഔലാദഹുന്ന, അവരുടെ മക്കളെ വധിച്ചു കളയുകയില്ല എന്നും അവർ പ്രഖ്യാപിക്കണം. അങ്ങനെയുള്ളവർ പ്രവാചക താങ്കളുടെ അടുക്കൽ വരികയാണെങ്കിൽ അവരുമായി താങ്കൾ ബൈഅത്ത് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വിശ്വാസികളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു വചനം 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 12-ാമത്തെ ആയത്ത്,
മുനീബീന ഇലൈഹി, വിശ്വാസികളെ അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുക, അവനിലേക്ക് നിങ്ങൾ അനുസരണയുള്ളവരാവുക. വത്തഖൂഹു വഅഖീമുസ്സലാ, അവനിലേക്ക് നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. എന്നിട്ട് സത്യവിശ്വാസികളോട് പറയുകയാണ്, വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരിൽ ഒരിക്കലും ഉൾപ്പെടരുത് എന്നുള്ള ശക്തമായ താക്കീത് വിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഈ മക്കയെ നീ നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കണം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഷിർക്കിൽ നിന്ന് അകറ്റുന്നവരാക്കി തരണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാരാ? തൗഹീദിന് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശക്തമായി പ്രബോധനം നടത്തിയ ഖലീലുള്ളയുടെ പ്രാർത്ഥനയാണ്. എന്നെയും എന്റെ മക്കളെയും ഷിർക്കിൽ നിന്നും അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസികളെ നാം കേൾക്കുന്നത്. ആരായിരിക്കണം വിശ്വാസികൾ? ഇബ്രാഹിം നബി പരിചയപ്പെടുത്തുന്ന സൂറത്തു അൻആമിലെ 82-ാമത്തെ ആയത്തിൽ അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, അവർ വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിൽ അക്രമം കലരാതിരിക്കുകയും ചെയ്യണം. അവർ വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുൽ അംന് വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു സന്മാർഗദർശികളുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു തരികയാണ് വിശ്വാസികളെ. ഈ ആയത്തുകളെല്ലാം കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, വിശ്വാസികളാണെങ്കിൽ പോലും ഷിർക്കിനെ നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ സാക്ഷ്യം വഹിക്കുന്നവരാണെങ്കിലും നിങ്ങളിൽ ഷിർക്ക് വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കണ്ണിന്റെ ഇമ പോലെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ, ജീവവായുവിനെ പോലെ നിങ്ങൾ അത്തരം ആ വിശ്വാസത്തിനെതിരെ അഥവാ ഷിർക്കിനെതിരെ നിങ്ങൾ ജാഗരൂകരാകണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയിലെ ആയത്തുകളാണ് വിശ്വാസികളെ നാം കേട്ടത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം, അശ്ശിർകു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല്, വിശ്വാസികളെ ഉറുമ്പ് ഗോപ്യമായി ഇഴഞ്ഞു കയറുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ഷിർക്കിനെ സൂക്ഷിക്കണം. ആരോടായി പറയുന്നത്? തൗഹീദ് ജീവിതത്തിൽ ഉൾക്കൊണ്ട, ഷിർക്കിനെതിരെ ശക്തമായി താക്കീത് നൽകപ്പെട്ട സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉറുമ്പ് ഗോപ്യമായി ഇഴഞ്ഞു കയറുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളിലേക്ക് ഷിർക്ക് വരും. ഇത് കേൾക്കുമ്പോഴേക്കും സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഹൽ ശിർകു ഇല്ലാ മൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ശക്തികളെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്നതാണല്ലോ ഷിർക്ക്. അങ്ങനെയുള്ള ഷിർക്ക് ഞങ്ങളിലേക്ക് വരുമോ റസൂലേ എന്നുള്ള സംശയമാണ് സ്വഹാബാക്കൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അശ്ശിർക്ക് അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല്. വരും സ്വഹാബാക്കളെ, വരും സ്വഹാബാക്കളെ, ഉറുമ്പ് ഇരച്ച് കയറുന്നതിനേക്കാൾ നിങ്ങളിലേക്ക് ഷിർക്ക് വരും. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, അലാ അദുല്ലക്, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അലാ മാ യുദ്ഹിബു അൻക സഗീറ ദാലിക വകബീറുഹു, ചെറുതും വലുതുമായിട്ടുള്ള ഷിർക്കിൽ നിന്നും മോചിതരായിക്കൊണ്ടുള്ള ഒരു ജീവിതം അടയാളപ്പെടുത്തുവാൻ സ്വഹാബാക്കളെ നിങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരട്ടെയോ? തഖൂലു കുല്ല യൗമിൻ 3 മർറാത്ത്, നിങ്ങൾ ദിവസത്തിൽ 3 പ്രാവശ്യം ആ പ്രാർത്ഥന സ്വീകരിക്കണം. നോക്കൂ, ആരോടായി പറയുന്നത്? സ്വഹാബാക്കൾ ഉൾക്കൊള്ളുന്ന ആ അനുചരന്മാരോട് പ്രവാചകർ പറയുകയാണ്,
ചെറുതും വലുതുമായിട്ടുള്ള ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ഒരു ദിവസം കുറഞ്ഞത് 3 തവണയെങ്കിലും നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. വ അസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലം. അറിയാതെ എങ്ങാനും എന്റെ ജീവിതത്തിൽ വന്നാൽ പൊറുക്കണം അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളുമാണ് എന്ന് കൃത്യമായ രീതിയിൽ മുസ്നദ് അബൂ യഅല റഹ്മഹുള്ളയുടെ 61ാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്, വിശ്വാസികളെ, ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനെ സൂക്ഷിക്കണമെന്നാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്. അതിനെ സൂക്ഷിക്കണമെന്നാണ് സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചക, സ്വർഗത്തിൽ പ്രവേശിക്കണം, എന്നെ അങ്ങ് ഉപദേശിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ ശിർക്ക് ചെയ്യരുത്. തഅബുദല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ലാ തുശ്രിക് ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ. വതുഖീമുസ് സ്വലാത്തൽ മക്തൂബ, നിർബന്ധമായ നമസ്കാരം നീ നിലനിർത്തണം. വതുഅദ്ദിസ് സകാത്തൽ മഫ്റൂള, നിർബന്ധമായ സ്വതക്ക അഥവാ സകാത്ത് കൊടുത്തു വീട്ടണം. വതസൂമു റമളാൻ, നീ റമളാനിലെ നോമ്പ്, ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ സ്വർഗാവകാശിയാണ് എന്ന് കേൾക്കുന്ന സ്വഹാബി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? ആരാണ് ആ മനുഷ്യൻ എന്നറിയുമോ? മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്നതി ഫൽയൻദുർ ഇലാ ഹാദാ. ആ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കൂ. സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയണമെങ്കിൽ സ്വഹാബാക്കളെ, ഇതാ ആ മനുഷ്യനെ നോക്കൂ. ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ജീവിതത്തിൽ ശിർക്ക് വരാതെ സൂക്ഷിക്കുകയും ഫർളായ നമസ്കാരവും നോമ്പും സകാത്തും കൊടുത്തു വീടുകയും ചെയ്യുന്നവർ ആരോ അവർ സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രയ്ക്കും ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകർ മറ്റൊരിക്കൽ പറയുകയാണ്, ലൗ ലഖയഹു വഹുവ മുശ്രികും ബിഹി ദഖലൻ നാർ. ആരാണോ ശിർക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറയുന്നത്, അവൻ നരകത്തിൽ നിന്നുമായി പ്രവേശിക്കും. വലം തൻഫഅഹു മഅഹു ഹസനത്തുൻ, അവൻ എത്ര അമലുകൾ ചെയ്താലും എന്തെല്ലാം നന്മകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊന്നും ഉപകാരപ്പെടുകയില്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ജീവിതത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ട് എന്തെല്ലാം നന്മകൾ, എന്തെല്ലാം ഹസനാത്തുകൾ വന്നാലും അതൊന്നും റഹ്മാനായ റബ്ബ് പരിഗണിക്കുകയില്ല. ഇവിടെയാണ് ഒരു മുസ്ലിം നാമധാരിയായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ തന്റെ പുസ്തകത്തിലേക്ക് എഴുതി വച്ചിട്ടുണ്ട്, ഗാന്ധിജി സ്വർഗത്തിലാണ്. ഓരോ വ്യക്തിയുടെയും പേരെടുത്തുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാ പറയുവാൻ സാധിക്കുക? അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അള്ളാഹുവിന്റെ താക്കീത്, പ്രവാചക നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നീ നരകത്തിലാണ്, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്ന വചനാമൃതങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാവ് പറയുന്നത്, അത് ഗാന്ധിജി സ്വർഗത്തിലാണ്, അത് ഇന്നയാൾ സ്വർഗത്തിലാണ്. ശിർക്ക് ചെയ്ത ഒരാൾ, അയാൾ എത്ര തന്നെ നന്മകൾ ചെയ്താലും വലം തൻഫഅഹു മഅഹു ഹസനത്തുൻ, പർവ്വത സമാനമായ നന്മകൾ ചെയ്താലും ഒരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു വിശ്വാസിയുടെ ജനാസ നമസ്കാരത്തിന് 40 വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. ഒരാളുടെ മയ്യത്ത് നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ.
ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് വേണ്ടി, ആ മയ്യിത്തിന് വേണ്ടി 40 മനുഷ്യൻ നമസ്കരിച്ചാൽ, എങ്ങനെയുള്ള മനുഷ്യൻ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ആ 40 മുസ്ലിം ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. ശിർക്ക് ചെയ്യാത്ത 40 പേർ ഒരു മനുഷ്യന്റെ, ഒരു മയ്യിത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്താൽ ഇല്ലാ ശഫഅഹുല്ലാഹു ഫീഹി, അല്ലാഹു അവരുടെ ശഫാഅത്ത് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് പോലും അർഹരാവുക ശിർക്ക് ചെയ്യാത്ത വിശ്വാസികൾക്കാണ്. നോക്കൂ സഹോദരങ്ങളെ, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫതഅജ്ജൽ ലികുല്ലി നബിയ്യിൻ ദഅവതുഹു. ഉത്തരം ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനകൾ എല്ലാ നബിമാർക്കും ഉണ്ട്. ആ നബിമാരെല്ലാം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തുൻ ലിഉമ്മത്തി യൗമൽ ഖിയാമ. അള്ളാഹു ഉറപ്പായും ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന ഞാൻ മാറ്റിവച്ചിരിക്കുന്നത് പരലോകത്താണ്. അതാർക്ക് വേണ്ടിയാണ്? എന്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതായത് ശഫാഅത്താണ്. ആ ശഫാഅത്ത് എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ഞാൻ പരലോകത്ത് റബ്ബിനോട് തേടും. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, മമ്മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. ആർക്കാ ശഫാഅത്ത് ലഭിക്കുക? എന്റെ ഉമ്മത്തിൽപ്പെട്ട ശിർക്ക് ചെയ്യാത്തവർക്കാണ് എന്റെ ശഫാഅത്ത് പോലും ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ, ഒരു സത്യവിശ്വാസിക്ക് വേണ്ടി 40 ശിർക്ക് ചെയ്യാത്തവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. നാളെ പരലോകത്ത് ശിർക്ക് ചെയ്യാത്ത മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഗൗരവത്തോടുകൂടി പറയുകയാണ്. വിശ്വാസികൾ അത്രയ്ക്കും ഗൗരവമുള്ളതാണ്. ഷിർക്കിനെ തൊട്ട് അതീവ ജാഗ്രത പുലർത്തണം. അള്ളാഹുവിന്റെ പ്രവാചകർ ദുആ ചെയ്തതാണ്, സ്വഹാബാക്കൾ പ്രാർത്ഥിച്ചതാണ്. സച്ചരിതരായ അമ്പിയാക്കന്മാരുടെ ചില ചരിത്രങ്ങൾ, അവരുടെ അന്ത്യനിമിഷങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന സൂറത്തുൽ ബഖറയുടെ 132, 133 ആയത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുക വിശ്വാസികളെ. മഹാനായ ഇബ്രാഹിം നബിജ്, മഹാനായ യഅഖൂബ് നബിജ് അലൈഹിസ്സലാത്തു വസ്സലാം, 2 പ്രവാചകന്മാരുടെ അന്ത്യസമയത്തുള്ള തിരുമൊഴികൾ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ് ഈ 2 ആയത്തുകളിൽ കൂടി. അവരുടെ മരണസമയത്ത് മക്കളോട് പറയുന്ന ഉപദേശമാണ്, മക്കളെ, മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കൾ പറയുന്ന മറുപടിയാണ്, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലയോ പിതാവേ, നിങ്ങൾ ആരാധിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ച ഏകനായ അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കും. അള്ളാഹു അല്ലാത്ത ഒരാളോയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. ഞങ്ങൾ ഇബാദത്തുകൾ മുഴുവനും നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിച്ചവർ ആരോ അവരോടായിരിക്കും ഞങ്ങളുടെ ഇബാദത്തുകൾ മുഴുവനും. നോക്കൂ, പ്രവാചകന്മാരുടെ മരണസമയത്ത് പോലും മക്കൾക്ക് നൽകുന്ന വസിയ്യത്ത്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഇപ്പോൾ ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ മസ്ജിദുകളിൽ പോലും ഇശാ നമസ്കാരത്തിന് ശേഷം ഖുതുബിയ്യത്തെന്നും പറഞ്ഞുകൊണ്ട്, മുഹ്യിദ്ദീൻ മൗലിദ് എന്നും പറഞ്ഞുകൊണ്ട് ആ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പഠിപ്പിക്കാത്ത ആദർശങ്ങൾ കാവ്യ കീർത്തനങ്ങളിൽ കൂടി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അറിയണം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് ആരായിരുന്നു എന്ന്. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പോലും മഹാനായ മകൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് ഉപദേശം തേടുകയാണ്. വാപ്പാ ആരോട്? മരിക്കാൻ വേണ്ടി പോകുന്ന പിതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലയോട് മകൻ അബ്ദുൽ വഹാബ് ഉപദേശം തേടുകയാണ്. ഔസീനി, എന്നെ ഉപദേശിക്കു വാപ്പാ, ബിമാ അമൽ ബിഹി ബഅദക്, അങ്ങയുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ വാപ്പാ.
പറയുകയാണ് ശൈഖ് അവർകൾ, അലൈക ബിത്തഖ്വല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം മോനെ. വലാ തഖഫ് അഹദൻ സിവല്ലാഹി വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം മോനെ. ആ ശക്തിയെ അല്ലാതെ ഒരു ശക്തിയെയും നീ അഭയം പ്രാപിക്കല്ല മോനെ. വക്കിലുൽ ഹവായിജ ഇലല്ലാഹി അസ്സ വജല്ല, നിന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കു മോനെ. വലാ തഅതമദ് ഇല്ലാ അലൈഹി, ആ അല്ലാഹുവിലേക്കല്ലാതെ നീ ഒന്നിനെയും ആശ്രയിക്കല്ല മോനെ. വത്ലുബുഹാ ജമീഅൻ മിൻഹു തആല, നിന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് തേടിക്കൊള്ളുക മോനെ. വലാ തസഖ ബി അഹദിൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരുത്തനെയും നീ ആശ്രയം കാണല്ല മോനെ. ഓ, എത്ര ശുദ്ധമായ തൗഹീദ് പഠിപ്പിച്ച ശൈഖ് അവറുകളെ വിളിച്ചുകൊണ്ടാണ് ഈ പടുജാഹിലുകൾ ശൈഖ് അവറുകളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നോട് തേടുവീൻ വേണ്ടെന്നതെപ്പോലും, എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം തേടുക വിശ്വാസികളെ. ശൈഖ് അവറുകൾ പഠിപ്പിച്ചതല്ല ഈ മുഹയ്യിദ്ദീൻ മാല, ഈ ഖുതുബിയ്യത്തും മുഹയ്യിദ്ദീൻ മൗലിദും ശൈഖ് അവറുകൾ പഠിപ്പിച്ചതല്ല. ശൈഖ് അവറുകൾ പഠിപ്പിച്ച വസിയ്യത്തുകളാണ് നാം നേരത്തെ കേട്ടത്. മോനെ, നിന്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും റബ്ബിൽ തവക്കുലാക്കിക്കോ മോനെ, അല്ലാഹുവിനോട് തേടിക്കോ മോനെ. അല്ലാഹ് അല്ലാത്ത ഒരു ശക്തിയെയും നീ അവലംബമാക്കല്ല മോനെ എന്ന് പഠിപ്പിച്ച മഹാനായ ശൈഖ് അവറുകൾ. ആ മഹാനായ ശൈഖ് അവറുകൾ വഫാത്താകുന്ന നേരത്ത് മറ്റൊരു മകനെ അബ്ദുൽ ജബ്ബാർ ഉപ്പയോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉപ്പാ, വല്ലാത്ത വേദന തോന്നുന്നു, മരണത്തിന്റെ വേദന, ശരീരത്തിന് വല്ലാത്ത വേദനയുണ്ടോ ഉപ്പാ? പിതാവ് ശൈഖ് അവറുകൾ പറയുകയാണ്, ജമീഉ അളായിയതു ഉലുംനി, എന്റെ നാഡീനരമ്പുകൾ വേദനിക്കുന്നു മോനെ, എന്റെ ശരീരം മുഴുവനും വേദനയാൽ പുളയുന്നുണ്ട് മോനെ. മഅദാ ഖൽബി, എന്റെ ഹൃദയം ഒഴികെ, എന്റെ ഹൃദയത്തിന് മാത്രം വേദനയില്ല, എന്റെ ശരീരത്തിലെ നാഡീനരമ്പുകളെല്ലാം വേദനിക്കുന്നു മോനെ. ഫമാ ബിഹി അലമുൻ വഹവ മഅല്ലാഹി അസ്സ വജല്ല, എന്റെ ഹൃദയത്തിന് വേദനയില്ല, കാരണം എന്റെ ഹൃദയം എന്റെ റബ്ബിന്റെ കൂടെയാണ്. അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്ന എന്റെ ഹൃദയം അല്ലാഹുവിലുള്ള ആശ്രയം തേടിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ശൈഖ് അവറുകളുടെ കൃത്യമായിട്ടുള്ള ഉപദേശം മറന്നുപോയ പാമരന്മാർ ഇന്ന് ശൈഖിന്റെ പേരിൽ ഉറൂസുകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശൈഖ് അവറുകളുടെ അന്ത്യമൊഴി വിശ്വാസികളെ, ഇസ്തഅൻതു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനഹു വ തആല, സക്രാത്തിന്റെ ഹാലാണ്. ശൈഖ് അവറുകൾ ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ്. മക്കൾ നാല് ചുറ്റും സാക്ഷ്യം വഹിക്കുകയാണ്. ഇസ്തഅൻതു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു, നീയല്ലാതെ ഒരു ഇലാഹില്ല അല്ലാഹ്. അൽ ഹജ്ജ്, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹ്. അല്ലദീ ലാ യഖ്ശൽ ഫൗത്ത്, അല്ലാഹ്, നീ ഒന്നിനെയും ഭയപ്പെടാത്തവനാണ്, എല്ലാം നിന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന മൻ തഅസ്സറ ബിൽ ഖുദ്റ, അവന്റെ ഖുദ്റത്ത് കൊണ്ട് റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര ശക്തിയുള്ളവനാണ്. വഖഹറ ഇബാദഹു ബിൽ മൗത്ത്, ഏത് ധിക്കാരികളായിരുന്നാലും, ഏത് അനീതി പ്രവർത്തിക്കുന്നവനായിരുന്നാലും, ഏത് കൊടിയ ഭീകരവാദിയായിരുന്നാലും, മരണം കൊണ്ട് അവന്റെ അടിമകളെ കീഴ്പ്പെടുത്തുന്നവനാണ് റബ്ബ്. ലോകത്തെ ഏത് ധിക്കാരിയായിരുന്നാലും മരണത്തിന്റെ മുന്നിൽ നിസ്സഹായനാണ്. അല്ലാഹു ആ മരണം കൊണ്ട് കീഴ്പ്പെടുത്തി കളയും എന്ന് ശൈഖ് അവറുകൾ പറയുകയാണ്. അവസാന സമയത്ത് ശൈഖ് അവറുകൾ മൊഴിയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമത്ത് തൗഹീദിന്റെ ഉദാത്തമായ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശൈഖ് അവറുകൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് ثم خفي صوته ولسانه. ശൈഖ് അവറുകളുടെ ശബ്ദം താഴേക്ക് പോവുകയാണ്, തന്റെ നാവ് മറഞ്ഞു പോവുകയാണ്.
ശബ്ദം ഇടറുകയാണ്. സുമ്മ ഖറജത റൂഹുൽ കരീമ, മാന്യനായ ശൈഖിന്റെ ആത്മാവിനെ മലക്കൽ മൗത്ത് പിടിച്ചുകൊണ്ടുപോകുന്ന ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച മഹാനായ ശൈഖിന്റെ മക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശൈഖ് അവരുടെ അവസാനത്തെ വാക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ച മഹാനായ ശൈഖ് അവരുടെ മുരീദുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലൻ അസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിൽ ഏകല്ലാഹ്. മരണസമയത്ത് മുഹയ്യദ്ദീൻ ശൈഖിന്റെ കാറ്റ് പിടിപ്പാർ അന്നേരം, എങ്കൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിൽ ഏകല്ലാഹ്. ശൈഖ് അവറുകൾ പഠിപ്പിക്കാത്ത ആദർശമാണ് വിശ്വാസികളെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ശൈഖ് അവറുകളും അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ആ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മരണസമയത്ത് ശൈഖേ നിങ്ങളുടെ സഹായം ഉണ്ടാകണേ, മലക്കൽ മൗത്ത് പിടിക്കുവാൻ വരുമ്പോൾ നിങ്ങളുടെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. ഇസ്രായീൽ എന്ന മലക്കൽ മൗത്ത് ഞങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങയുടെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ശൈഖ് അവറുകളെ വിളിച്ചു തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭാഗമാണ് ഇപ്പോൾ ശൈഖ് അവറുകളുടെ പേരിൽ ഈദാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നു, ഒരു വിശ്വാസിയുടെ മരണം അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിയുകയാണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ഇന്നത്തെ സമൂഹം ശൈഖ് അവറുകളെ വിളിക്കുവാൻ വേണ്ടി പറയുകയാണ്. മരണസമയത്ത് ശൈഖിനെ വിളിച്ചാൽ ആ ശൈഖിന്റെ സഹായം ഉണ്ടാകുമെന്ന് ആര് പഠിപ്പിച്ചു? വിശ്വാസികളെ. അതുകൊണ്ടാണ് ഈ ജീലാനി ദിനവും ഈ ശൈഖിന്റെ പേരിലുള്ള ആണ്ടും ഉറൂസുകളും ഇസ്ലാമല്ല വിശ്വാസികളെ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ അവസാന സമയത്ത് പോലും പ്രാർത്ഥിച്ചിരുന്നത് നാം കഴിഞ്ഞ 2 ഖുതുബകളിൽ മനസ്സിലാക്കിയതാണ്. എന്റെ ഖബറിനെ ഈദാഘോഷം നടത്തല്ലേ, ആഘോഷസ്ഥലമാക്കല്ലേ എന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ പിൻഗാമികളായിട്ട് വന്ന ശൈഖ് അവറുകളുടെ ജീലാനി ദിനത്തിൽ ആഘോഷമുണ്ടാക്കുന്ന വിശ്വാസികളോട് നമുക്ക് പറയുവാനുള്ള ബാധ്യത ഒരുപാടുണ്ട്. വിശ്വാസികളെ, ഈ ശിർക്കിനെതിരെ നാം പ്രബോധനം നടത്തണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രവചനങ്ങൾ കൃത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ വിഗ്രഹങ്ങൾക്ക് വരെ ഇബാദത്തെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് വിശ്വാസികളെ നാം മുന്നോട്ട് പോകുന്നത്. ഈ ശിർക്കിനെതിരെ സംസാരിക്കുവാൻ പലരും ഇന്ന് മൗനത്തിലാണ്. ഈ ശിർക്കിനെതിരെ ജനങ്ങളെ പ്രബോധനം ചെയ്യുവാൻ പലരും ഐക്യത്തിന്റെ പേരിൽ ഐക്യത്തിന് സ്ഖലിതമുണ്ടാകും, ഐക്യത്തിന് വിലങ്ങുതടിയാകും എന്നും പറഞ്ഞുകൊണ്ട് പലരും മൗനത്തിലാണ്. എന്ന് മാത്രമല്ല, ഒരു നാട്ടിൽ ശിർക്ക് കണ്ടാൽ ആ ശിർക്കിനെ നിങ്ങൾ അതിനെതിരെ പറഞ്ഞു പോകരുത് എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ ചില സംഘടനകളാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. പലർക്കും ചില വിശ്വാസമുണ്ട്, തബ്ലീഗ് ജമാഅത്ത് അവരൊക്കെ തൗഹീദിന്റെ ആൾക്കാരാണല്ലോ, അവരൊക്കെ തൗഹീദ് ഉൾക്കൊണ്ടവരാണല്ലോ എന്നുള്ള വിശ്വാസം പേറിക്കൊണ്ട് നടക്കുന്ന വിശ്വാസികളെ നാം ആ ധാരണ തിരുത്തണം. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അവരുടെ പണ്ഡിതൻ എഴുതിയ ഒരു പുസ്തകമാണ് എന്റെ ഈ കയ്യിലിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ 48-ാമത്തെ പേജിൽ പറയുകയാണ്, ശിർക്കിനതിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. എന്തേ മിണ്ടിയാൽ സമുദായത്തിന്റെ ഐക്യം തകർന്നു പോകും, സമുദായത്തിന്റെ ഐക്യം തകർന്നു പോകും. കാരണം അദ്ദേഹം പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്ത് ലഭിച്ച് മക്കയിൽ ജീവിച്ച 53-ാമത്തെ വയസ്സുവരെയും ശിർക്കിനെതിരെ പ്രവാചകൻ ഉരിയാടിയിട്ടില്ല. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ പറയുന്ന ദുരാരോപണമാണ് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതൻ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴാ ശിർക്കിനെതിരെ പൊരുതേണ്ടത്? അധികാരവും സ്വാതന്ത്ര്യവും ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ശിർക്കിനെതിരെ പോരാടണം. ശിർക്കിനെതിരെ വിമർശിക്കുവാൻ വേണ്ടി പോലും പാടില്ല. ഇത് എഴുതി വച്ചിരിക്കുന്ന തബ്ലീഗ് ജമാഅത്തിൽ തൗഹീദിന് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ വിശ്വാസികളെ?
എന്നിട്ട് ഈ പണ്ഡിതൻ എഴുതുകയാണ്, ശിർക്കെന്ന് വെച്ചാൽ അള്ളാഹുവിന് തുല്യമായ സ്ഥാനം നൽകിക്കൊണ്ട് അവരോട് പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. സമസ്തക്കാര് പറയുന്ന അതേ വാദം. ശിർക്കെന്ന് വെച്ചാൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹ് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ. അത് എഴുതി വച്ചിരിക്കുകയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ഈ പണ്ഡിതൻ. വിശ്വാസികളെ, കാര്യം വളരെ ഗൗരവമുള്ളതാണ്. മാത്രവുമല്ല, മഹാന്മാരായ പ്രവാചകന്മാർക്കെതിരെ കൃത്യമായ രീതിയിൽ ആരോപണം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പുസ്തകത്തിൽ കാണാം. എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? ഒരു നാട്ടിൽ ശിർക്ക് നടക്കുകയാണെങ്കിൽ ആ നാട്ടിന്റെ ഐക്യമാണ് നാം പ്രധാനമായും സംരക്ഷിക്കേണ്ടത്. ആ ശിർക്കിനെതിരെ നാം എന്തെങ്കിലും പ്രബോധനം നടത്തി ആ നാട്ടിൽ അനൈക്യമുണ്ടാക്കുകയാണെങ്കിൽ നീ ചെയ്തത് ഏറ്റവും വലിയ പിഴവാണ്. അത് പ്രവാചകന്മാരുടെ മാതൃക അല്ല എന്നാണ് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതൻ എഴുതി വച്ചിരിക്കുന്നത്. മഅദല്ലാഹ്, ഇവരൊക്കെ പണ്ഡിതന്മാരാണോ? എന്താണ് ചരിത്രമെന്നറിയുമോ സഹോദരങ്ങളെ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരസേന മലയിൽ ചെന്നുകൊണ്ട് തൗറാത്ത് വാങ്ങി തിരിച്ചു വരുന്ന ആ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാവലാളായിട്ട് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർത്തിക്കൊണ്ടാണ് മൂസാ നബി തൂരസൈന പർവ്വതത്തിൽ പോയത്. അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും സമൂഹം പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹാനായ മൂസാ നബിജി അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയുടെ താടിക്കും തലയും പിടിച്ചു വേദനിപ്പിച്ചു വന്നാണ്. അപ്പോഴേക്കും മഹാനായ ഹാറൂൻ നബിജി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖാല യബ്ന ഉമ്മ, എന്റെ ഉമ്മയുടെ മോനെ, ലാ തഅഖുദി ബിലിഹയതി വലാ ബിറഅസി, എന്നെ വേദനിപ്പിക്കല്ലേ, എന്റെ താടിയെ നീ വിടൂ, എന്റെ മുടി, എന്റെ തലയെ നീ വിടൂ, എന്നെ നീ വേദനിപ്പിക്കല്ലേ. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി. എന്താണ്? ഇസ്രായേൽ സന്തതികളിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു, നീ എന്നെ അതിന്റെ പേരിൽ ശകാരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പൊ ഇതിനർത്ഥം ഒരു ശിർക്ക് നടക്കുന്ന ഒരു സമൂഹത്തിൽ ശിർക്കിനെതിരെ പറഞ്ഞാൽ അവിടെ ഐക്യം തകരുമെന്ന് കണ്ടാൽ നീ ശിർക്കിനെതിരെ മൗനം പാലിക്കണം. മഹാനായ പ്രവാചകന്മാർക്കെതിരെ എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവ് സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന വിശദീകരണത്തിൽ പറയുകയാണ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, സമുദായത്തിന്റെ ഐക്യമാണ് ഈ ആയത്ത് കൊണ്ടെന്ന് ആരെങ്കിലും കരുതിയാൽ അയാൾ ഖുർആനിൽ നിന്നും സന്മാർഗത്തിന് പകരം ദുർമാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര കൃത്യമാണ് അദ്ദേഹം എഴുതിയത്. ഒരു സമുദായത്തിൽ ശിർക്ക് നടമാടുകയാണെങ്കിൽ അതിനെതിരെ പറഞ്ഞാൽ, പ്രബോധനം നടത്തിയാൽ ഐക്യം തകർന്നു പോകും എന്ന് ആരെങ്കിലും ഈ ആയത്തിനെ കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചാൽ അവൻ ദുർമാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതാരാ? സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതൻ പറയുന്നത് എന്താ? ഒരു നാട്ടിൽ ശിർക്ക് കണ്ടാൽ ആ ശിർക്കിനെതിരെ മൗനം പാലിക്കണം. കാരണം ശിർക്കിനെക്കാളും നാം സൂക്ഷിക്കേണ്ടത് സമുദായത്തിന്റെ ഐക്യമാണ്. ഈ തബ്ലീഗ് ജമാഅത്താണോ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്? അവർ സന്മാർഗത്തിലേക്ക് നയിക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? എത്ര അതുകൊണ്ടാണല്ലോ ബഹുമാനരായ തബ്ലീഗ് ജമാഅത്തിന്റെ അംഗങ്ങൾ 40 ദിവസം 30 ദിവസമൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അവിടങ്ങളിലൊക്കെ പോയിക്കൊണ്ട് അവർ കുട്ടികളെ കൊണ്ടും അല്ലെങ്കിൽ അവർ മുതിർന്നവരെ കൊണ്ടും കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ആണ്ടുത്സവത്തിന്റെ ഭക്ഷണം, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിച്ച ഭക്ഷണം, നബിദിന ചോറ്. നമ്മുടെ നാടുകളിലും കണ്ടില്ലേ, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നവർ തന്നെ ഇതിന് മുൻകൈ എടുക്കുകയാണ്. അവിടെ 3, 7, 40 മൗനം പാലിക്കുകയാണ്. കാരണം എന്താ? ഇതാണ് അവരുടെ നിലപാട്. ഷിർക്കിനെതിരെ പോലും മൗനം പാലിക്കണം, സമുദായത്തിന്റെ ഐക്യമാണ് ഏറ്റവും വലിയ പ്രധാനമെന്ന് പറയുന്നവർ ബിദ്അത്തിനെതിരെ ഉരിയാടുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് വിശ്വാസികളെ,
ഷിർക്കിനെതിരെ പോരാടുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചത്. ജീവിതത്തിൽ ഷിർക്ക് വന്നാൽ അമ്പിയാക്കന്മാരുടെ അമലുകൾ പോലും അള്ളാഹു ബാത്തുലാക്കി കളയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ താക്കീത് ജീവിതത്തിൽ പകർത്തുക. അത്തരം മുവഹിദീങ്ങളിൽ തൗഹീദിന് വേണ്ടി പടപൊരുതുന്ന പ്രബോധനം നടത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തും.